ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോട്ട് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ അവർ ഇൻറ്റിമേഷനൊക്കെ കഴിഞ്ഞിട്ട് നീക്കണായിട്ടാണ് കാട്ടണത്. ലൈക്ക് ഇപ്പം അവർ രണ്ടുപേരും ആണെങ്കിൽ കപ്പിൾസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാക്കിൻ ചോദിക്കുന്നുണ്ട് നമുക്കിത് ഒഫീഷ്യലി ആക്കിയാലോ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഓങ്സ പറയുന്നുണ്ട് നിന്റെ ഫാമിലിക്ക് അത് പ്രശ്നമാകും, അതുകൂടാതെ നിന്റെ ഫാമിലി ആണെങ്കിൽ ഫാമിലീൻ്റെ റെപ്യൂട്ടേഷൻ കളഞ്ഞിട്ട് ഇതേപോലെ ഒരു ബീച്ചാണ് നിനക്ക് തരുമെന്ന് എന്ത് ഉറപ്പുണ്ട്. അവരെന്തായാലും നിന്നെപ്പോലത്തെ ഒരു ട്രൂ ആൽഫയ്ക്ക് വേണ്ടി ഒരു ഒമേഗനെ മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. അപ്പം ഇങ്ങനെ ശരിയാവണം നമ്മൾ ഡേറ്റ് ചെയ്യണേ എന്നുള്ള രീതിക്ക് നമ്മുടെ ഓങ്സ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും ഞാൻ ഇനി നിന്നെ ചൂസ് ചെയ്യത്തുള്ളൂ. അതിപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ തടഞ്ഞാൽ പോലും ഞാൻ നിന്നെ ചൂസ് ചെയ്യുള്ളൂ എന്ന് നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്. നമ്മുടെ ഓങ്സ് പിന്നെയും പറയുന്നുണ്ട് നിന്റെ ഒരു മാഫിയ ഫാമിലി അല്ലേ, നിന്റെ അച്ഛനാണെങ്കിൽ നമ്മളെ കൊണ്ട് ബ്രേക്കപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിക്ക്. അവൻ നാക്കിൻ പറയുന്നുണ്ട് അതെന്തായാലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കൂല എന്നുള്ള രീതിക്ക്. എന്നിട്ട് നാക്കിൻ പറയുന്നുണ്ട് ഇപ്പം അതൊക്കെ മറക്ക്, നീ ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ടാണ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഓങ്സ് പറയുന്നുണ്ട് ഞാനൊന്നും സമ്മതിച്ചിട്ടൊന്നുമില്ല നിന്റെ ബോയ് ഫ്രണ്ട് ആവാ എന്നെന്ന്. അപ്പം നാക്കിൻ പറയുന്നുണ്ട് നീ തല ആട്ടിയത് ഓർക്കല്ലേ എന്നുള്ള രീതിക്ക്. അപ്പോൾ ഓങ്സ് പറയുന്നുണ്ട് തല ആട്ടിയാലൊന്നും അങ്ങനെ ബോയ് ഫ്രണ്ട് ആവാൻ പറ്റൂല എന്നുള്ളത്. അപ്പം നാക്കിൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം നീ എൻ്റെ ബോയ് ഫ്രണ്ടാണ്. പിന്നീട് അവിടെ നിന്ന് അവരുടെ കുറച്ച് റൊമാൻസ് ഒക്കെയാണ് കാട്ടണത്. അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ കുഞ്ഞിനെയും അതേപോലെ തന്നെ പാസനെയാണ് കാട്ടണത്. ഇനി എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ പാസന ആ ഒരു ടെന്റിൽ കൊണ്ടുവന്ന് കിടത്തുന്നത്. ഫസ്റ്റ് നമ്മുടെ പാസയാണ് എണീക്കണത്. അവിടെ നിന്ന് പിന്നെ അവരുടെ കുറെ ഇൻറ്റിമേഷനൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സീനാണ് കാട്ടണത്. ഈ ഒരു സീനിൽ കാട്ടണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ അവന് വയറ്റിൽ ഉമ്മ കൊടുക്കുമ്പോഴത്തേക്കും പാസ പറയുന്നുണ്ട് അവിടെ നിന്ന് വെക്കല്ലേ ഇക്കിളിയാവണേ എന്നുള്ള രീതിക്ക്. അപ്പോൾ കുഞ്ഞ് പറയുന്നുണ്ട് ബേബി അങ്ങനെയുള്ള കാര്യങ്ങൾ ലൈക്ക് ഇപ്പം അവൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട് അങ്ങനെയുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ പാസയാണെങ്കിൽ അത്ഭുതത്തിൽ എന്ത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഒരാണ് പ്രഗ്നന്റ് ആവണം. അപ്പൊ കുഞ്ഞ് പറയുന്നുണ്ട് നീ ഒരു ഒമേഗ ഉണ്ട് എന്തായാലും പ്രഗ്നന്റ് ആവും എന്നുള്ള രീതിക്ക്. കൂടാതെ ഇതെന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം. അപ്പൊ നമ്മുടെ പാസ കുറച്ചു നേരം മിണ്ടാതെ നിന്നിട്ട് ഇവൻ ചോദിക്കണ്ട് ഇതെന്താണ് ഈ സംഭവം കാണിച്ചു വെച്ചേക്കണെന്നുള്ള രീതിക്ക്. ലൈക്ക് ആ ഒരു ടെൻറ്റ്. അപ്പോൾ കുഞ്ഞ് പറയുന്നുണ്ട് ലൈക്ക് ഇങ്ങനെ ബോഡി കാർഡ്സ് സിംറ്റംസ് കണ്ടു, അതുകൂടാതെ ഇങ്ങനെ സെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കാരണം ഇങ്ങനെ നിനക്ക് ടെൻറ്റ് ഉണ്ടാക്കിയ എന്നും പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കെട്ടായിട്ട് ഇവർ രണ്ടുപേരാണെങ്കിൽ ചെക്കപ്പിന് പോകാൻ ഇറങ്ങാനായിട്ടാണ് കാട്ടണത്. ഇറങ്ങുമ്പോൾ തന്നെ അമ്മനെ കാണുന്നുണ്ട്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ പാസ് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിക്ക്. അപ്പോഴത്തേക്കും കുഞ്ഞ് പറയുന്നുണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാൻ പോണേണെന്ന്. ആ ഒരു ടൈമിന് അച്ഛൻ വന്നിട്ടാണെങ്കിൽ നമ്മുടെ പാസിനെ കുറച്ച് മോശമായ രീതിക്ക് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളൊരു മുത്തശ്ശനാവാൻ പോണേണ്, നിങ്ങൾ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റോളും എന്നുള്ള രീതിക്ക് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കാട്ടുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നുണ്ട് നമ്മുടെ പാസയാണെങ്കിൽ പ്രഗ്നന്റ് അല്ല എന്നുള്ള രീതിക്ക്. നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഇത് കണ്ടിട്ട് സങ്കടപ്പെടേന്നും വേണ്ട, ഇപ്പം നിങ്ങൾക്ക് ചൈൽഡ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് ഒമേഗൻ്റെ ഫസ്റ്റ് ഹീറ്റിൽ ഇൻറ്റിമേഷൻ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊച്ചുണ്ടാവാനുള്ള സക്സസ് റേറ്റ് കൂടുതലാണെന്ന്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ ഓങ്സ് ആ കഫേയിലോട്ട് വന്നതായിട്ടാണ് കാട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഓണർ സെക്കൻഡാണെങ്കിൽ ചെറുതായിട്ട് ഇന്ന് കളിയാക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നമ്മുടെ നാക്കി വന്നതാണ്. പിന്നെ അവരുടെ കുറച്ച് റൊമാൻസ്. പിന്നെ അവിടെ നിന്ന് സീൻ കട്ടായിട്ട് നാക്കിന് കുഞ്ഞ് അതേപോലെ പാസ ഇരിക്കണായിട്ടാണ് കാട്ടണത്. നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ സങ്കടമൊക്കെ പറയുമ്പോഴത്തേക്കും പാസയാണെങ്കിൽ അവിടുന്ന് ബോഡി ഗാർഡ് ചെക്കന്മാരെ ഓടിച്ചു വിടുന്നുണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് അറിയാണ്ട് നമ്മുടെ ഓങ്സന്റെ വായിൽ നിന്ന് പ്യുവർ ഒമേഗ എന്നുള്ള കാര്യം വീണിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ പാസ പ്യുവർ ഒമേഗയാണല്ലോ. കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞു നാക്കിന് നെട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പാസ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ആരെയും അറിയിക്കരുത്, ഇതൊരു ഓർഡർ ആയിട്ട് കരുതണം എന്നുള്ള രീതിക്ക്. കാരണം നമ്മുടെ പാസ ഒരു പ്യുവർ ഒമേഗ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛൻ എന്തായാലും പാസനെ യൂസ് ചെയ്യാൻ നോക്കും, അവരുടെ ആ ഒരു ബ്ലഡ് ലൈൻ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ജനറേഷൻ. അതുകൂടാതെ പാസ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ നിന്റെ അച്ഛൻ എന്നെ സ്വീകരിക്കണം, അല്ലാതെ ഒരു പ്യുവർ ഒമേഗ ആയിട്ട് എന്നെ സ്വീകരിക്കരുത് എന്നുള്ള രീതിക്ക് നമ്മുടെ പാസ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു നാക്കിനാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ നാക്കിനും ഓങ്സി ഇരുന്ന് സംസാരിക്കാനായിട്ടാണ് കാട്ടണത്. നമ്മുടെ ഓങ്സി ആണെങ്കിൽ നാക്കിനോട് ചോദിക്കുന്നുണ്ട് ലൈക്ക് നിനക്കൊരു സീരിയസ്നെസ് ഇല്ലാലോ, നീ ഏത് നേരവും പണിയെടുക്കാതെ ഇങ്ങനെ ഈ ഷോപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കണേണല്ലോ. കുഞ്ഞിനെ നോക്കി, കുഞ്ഞാണെങ്കിൽ നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് അവരുടെ ഫാമിലിയിലോട്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ ഓങ്സ് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാക്കി പറയുന്നുണ്ട് ശരിയാണ്, കുഞ്ഞാണെങ്കിൽ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് ആ ഒരു ഫാമിലിയിൽ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. പക്ഷെ നീ പേടിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല, ഞാൻ നിന്നെ പട്ടിണിക്കൊന്നും ഇടയൊന്നുമില്ല, എൻ്റെ കയ്യിൽ നിന്നെ നോക്കാനായിട്ടുള്ള പൈസയൊക്കെ ഉണ്ട്, നീ എന്തായാലും വിശന്ന് മരിക്കൂല എന്ന് നമ്മുടെ ഓങ്സിനോട് നാക്കിൻ പറയുന്നുണ്ട്. സീൻ കട്ടായിട്ട് നമ്മുടെ നാക്കിനെ അച്ഛൻ വിളിക്കണായിട്ടാണ് കാട്ടണത്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഇതേപോലെ ഒരു പ്യുവർ ഒമേഗ ഉണ്ട്, ആ ഒമേഗനെ കണ്ടെത്തുമ്പോൾ നീ അവനായിട്ട് ബോണ്ട് ആകണം എന്നുള്ള രീതിക്ക്.
അപ്പോഴത്തേക്കും നാക്കിൻ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് വേറൊരാൾ ഇഷ്ടമാണ്, ഞാൻ എന്തായാലും എൻ്റെ ലവ് കളയാൻ ഉദ്ദേശിക്കുള്ളതാണ് നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇതേപോലത്തെ ലവിൻ്റെ പിന്നാലെ നടക്കാനല്ല നിങ്ങളെ ജനിപ്പിച്ചേക്കണ എന്നുള്ള രീതിക്ക് അച്ഛൻ പറഞ്ഞ അവിടെ നിന്ന് തല്ല് പിടിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നീ ഒരു പ്യുവർ ഒമേഗനായിട്ട് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ബെഡ് ലൈൻ നിർത്താൻ വേണ്ടിയിട്ട് ഒരു എനിഗ്മനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കാരണം നീ ഓങ്സനായിട്ട് ബ്രേക്കപ്പ് ചെയ്തിട്ട് നീ എന്തായാലും ഞാൻ പറയണ പോലെ കേൾക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിൻ പറയുന്നുണ്ട് പറ്റൂല എന്നുള്ള രീതിക്ക്. പിന്നീട് അവിടെ നിന്ന് രണ്ടുപേരും കൂടി തല്ലായിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ നാക്കിനെ കയറി അടിക്കുന്നുണ്ട്. ഈ ഒരു സീനിന്റെ ടൈമിലാണ് നാപ്പിത് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ നാപ്പിതിനോട് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പൊക്കോ, ഇതിൽ നീ തലയിടണ്ട എന്നുള്ള രീതിക്ക്. അപ്പോഴത്തേക്കും നാപ്പിതാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ലൈക്ക് ഈ ഒരു സീനിലാണെങ്കിൽ നമ്മുടെ നാപ്പിത് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ബ്രദേഴ്സിനെ പോലെ ഒരു ട്രൂ ആൽഫ അല്ലാത്തതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ കാട്ടണം. അതുകൂടാതെ തന്നെ ഈ സീനിൽ പറയുന്നുണ്ട്, നമ്മുടെ നാപ്പിതാണെങ്കിൽ ഒരു ബീറ്റയിലുണ്ടായ മകനാണ് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വേറൊരു അഫെയറിലുണ്ടായ കൊച്ചാണ് ഈ നാപ്പിത് എന്ന് പറയുന്നത്. അപ്പം നാപ്പിതാണെങ്കിൽ ഇതും പറഞ്ഞാണ് തല്ലുപിടിക്കണത്. ലൈക്ക് ഈ ഒരു ഫാമിലിയിൽ എൻ്റെ റോൾ എന്താണ്, ഈ ഫാമിലിയിൽ നീങ്ങ എന്തിനാണ് എന്നെ നിർത്തിയേക്കണം എന്നുള്ള രീതിക്കൊക്കെയാണ് നാപ്പിത് പറയണത്. അതൊക്കെ അച്ഛനാണെങ്കിൽ പറയേണ്ടത്, ഞാനാണ് നിന്നെ വളർത്തിയത്, ഞാനാണ് നിനക്ക് ഉറങ്ങാൻ സ്ഥലം തന്നത്, ഞാനാണ് നിനക്ക് കാശ് തന്നത്, അങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നാപ്പിതാണെങ്കിൽ അവിടെ നിന്ന് രണ്ട് തെറിയും വിളിച്ചിട്ട് ഇറങ്ങി പോരുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻകെട്ടായിട്ടാണെങ്കിൽ നമ്മുടെ നാപ്പിത് ബാറിലിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ചെക്കൻ വന്ന് അവനെ തട്ടുണ്ട്. അപ്പോൾ ആ ചെക്കൻ ചോദിക്കേണ്ടത്, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിക്ക്. അപ്പം നാപ്പിതാണെങ്കിൽ അതും കേട്ടിട്ട് ഇവനോട് തല്ലുപിടിക്കാൻ ചെല്ലും. ഈ ചെക്കനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇവന് വട്ടാണെന്നുള്ള രീതിക്ക് നാപ്പിതിനെ മാറ്റിപ്പോണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ നമ്മുടെ കുഞ്ഞും അതേപോലെ നാക്കിനിരുന്ന് സംസാരിക്കാനായിട്ടാണ് കാട്ടുന്നത്. ലൈക്ക് അവർ സംസാരിക്കുന്നത് നേരത്തെ അച്ഛനായിട്ടുണ്ടായ തല്ലും അതേപോലെ നാപ്പിത് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിനാണെങ്കിൽ ഒരു കോൾ വന്നിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് സീൻ കട്ടായിട്ടാണെങ്കിൽ പോലീസ് സ്റ്റേഷനാണ് കാട്ടണത്. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാപ്പിതാണെങ്കിൽ ഏതോ ഒരു പെണ്ണിനെ റാഗ് ചെയ്ത് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമ്മുടെ നാക്കിനും കുഞ്ഞും ഒക്കെ പറയുന്നുണ്ട്, എൻ്റെ ബ്രദർ അങ്ങനെ ചെയ്യില്ല, അങ്ങനത്തെ ഒരാളല്ല എന്നുള്ള രീതിക്ക്. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയുന്നുണ്ട്, ഇങ്ങനെ വിശ്വാസം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ എവിഡൻസ് ആണ് ഇവിടെ മുഖ്യമായിട്ട് വേണ്ടത് എന്നുള്ള രീതിക്ക്. അപ്പോഴേക്കും ഒരു പോലീസുകാരുടെ അടുത്ത് ചോദിച്ചിട്ടാണെങ്കിൽ നമ്മുടെ നാക്കിനും കൂടാതെ കുഞ്ഞും കൂടി ആയിട്ട് നാപ്പിതിനെ കാണാൻ പോകും. അപ്പം നാപ്പിതിൻ്റെ അടുത്ത് കുഞ്ഞു ചോദിക്കുന്നുണ്ട്, നീ ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിക്ക്. അപ്പം നാപ്പിതാണെങ്കിൽ ഇല്ല ഇല്ല എന്നുള്ള രീതിക്ക് പറയുമ്പോഴത്തേക്കും കുഞ്ഞു പറയുന്നുണ്ട്, എന്നാൽ നീ എൻ്റെ കണ്ണേ നോക്കി പറ നീ ചെയ്തിട്ടില്ല എന്ന്. അപ്പോഴത്തേക്കും നാപ്പിതാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവരൊരു വക്കീലിനെ കൊണ്ടിട്ട് കേസൊക്കെ ഒത്തുതീർപ്പാക്കാൻ നോക്കുമ്പോഴത്തേക്കും പോലീസുകാരാണെങ്കിൽ ഒരു അടിക്ക് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ നാക്കിനും കുഞ്ഞും ചോദിക്കുന്നുണ്ട്, എൻ്റെ ബ്രദറിന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാൻ നോക്കണേണ എന്നുള്ള രീതിക്ക്. ഇവന്മാര് വിട്ടു തരൂല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിനും കുഞ്ഞും ആണെങ്കിൽ ആ ഒരു സെല്ല് പൊട്ടിച്ചിട്ട് നമ്മുടെ നാപ്പിതിനായിട്ട് പോകുന്നുണ്ട് അവിടെ നിന്ന്. പിന്നീട് അവിടെ നിന്ന് സിംഗട്ടായിട്ടാണെങ്കിൽ നമ്മുടെ അച്ഛൻ നാപ്പിതിനെ ചീത്ത പറയാനായിട്ടാണ് ലൈക്ക് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കാര്യം വെച്ചിട്ടായിരുന്നു ചീത്ത പറയണത്. അച്ഛനാണെങ്കിൽ നാപ്പിതിനെ അടിക്കാൻ വരുമ്പോഴത്തേക്കും കുഞ്ഞാണെങ്കിൽ തടയുണ്ട്. അത് കൂടാതെ തന്നെ അമ്മയും പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ നാപ്പിത് ഇന്നസെന്റ് ആണ്, അവൻ്റെ കൂടെ ഞാനും നിൽക്കും, നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ള രീതിക്ക്. എന്നിട്ട് ഈ അച്ഛനാണെങ്കിൽ നമ്മുടെ പാസന്റെ അടുത്ത് പോയിട്ട്, നിന്നെ കാരണമാണ്, നീ ഒരു ജിന്നാണ് മറ്റേതാ മറിച്ചാണെന്ന് പറയുമ്പോഴത്തേക്കും പാസ വരെയുണ്ട്, നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മേത്തേക്ക് പൈ ചേരാൻ നിൽക്കരുത് എന്നുള്ള രീതിക്ക്. അത് കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ അച്ഛൻ ഒന്നും കൂടി ദേഷ്യം കേട്ടിട്ട് അവിടെ നിന്ന് എണീച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് സിംഗട്ടായിട്ട് നാക്കിനും പാസയും അതേപോലെ നാപ്പിയതും കുഞ്ഞും ഒക്കെ ഇരുന്ന് സംസാരിക്കാനായിട്ടാണ് കാട്ടണേ ഈ ഒരു സീനിനെ പറ്റിയിട്ട്. ലൈക്ക് അതിലാണെങ്കിൽ ഒരു ബാറിലെ സീൻ ഉണ്ടായിരുന്നില്ലേ, ആ ബാറിലെ സീനിൽ നമ്മുടെ സംജ്ഞയൊക്കെ മുന്നേ വേറൊരു പെണ്ണ് വന്നിട്ട് നമ്മുടെ നാപ്പിയതിനോട് സംസാരിച്ചല്ലോ, ആ പെണ്ണിന്റെ മേലിലാണ് കേസുള്ള രീതിക്ക് വന്നേക്കണത്. അപ്പൊ നമ്മുടെ നാപ്പിത് പറയുന്നുണ്ട്, ഞാൻ ഇവളെ ബാറിൽ വെച്ച് കണ്ട ഒരു ഓർമ്മയുണ്ട് എന്നുള്ള രീതിക്ക്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കഴിയണത്. അപ്പൊ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.